പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, നിങ്ങൾക്കായി ഇതാ വരുന്നു വൈകാസ് തള്ളുവണ്ടി. ഹലോ, വെൽക്കം ബാക്ക് ടു വൈകാസ് തള്ളുവണ്ടി. അപ്പോ ഒരു അച്ഛന്റെയും മകളുടെയും സ്നേഹബന്ധത്തിന്റെ കഥയും കുടുംബകഥയും അതിലുപരി ഒരു അച്ഛന്റെ പ്രതികാരത്തിന്റെ കഥയും പറയുന്ന മമ്മൂക്കയുടെ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിൽ തകർത്തോടുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചിത്രം ഇത്രയും വിജയകരമായി മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ സമൂഹം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. പ്രശ്നവും അതിനുള്ള പരിഹാരവും. ആ ചിത്രം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും മമ്മൂക്ക ചെയ്തതാണ് ശരി, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ആവണം, അതിലെന്താണ് തെറ്റ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഗ്രേറ്റ് ഫാദർ എന്നുള്ള പേരും മമ്മൂക്കയെ ദ ഗ്രേറ്റ് ഫാദർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ ഒരു ഗ്രേറ്റ് ഫാദർ ഉണ്ടെങ്കിലോ? മലപ്പുറം മഞ്ചേരിയിൽ ശങ്കരനാരായണൻ എന്ന് പറയുന്ന അച്ഛന് 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിരുന്നു. 13 വയസ്സുകാരി കൃഷ്ണപ്രിയ. ആ കുട്ടിക്ക് 13 വയസ്സ് വരെ മാത്രമാണ് ആയുസ് ഉണ്ടായിരുന്നത്. 2001 ഫെബ്രുവരി 9 സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി കൃഷ്ണപ്രിയയെ കാണാതായി. ശക്തമായ തിരച്ചിലിനൊടുവിൽ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും, വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും 13 വയസ്സുകാരി കൃഷ്ണപ്രിയയുടെ മൃതദേഹം കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലായി കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന്. 2 ദിവസത്തിന് ശേഷം പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു. സ്വന്തം മകളെ പിച്ച് ചീന്തിയ പ്രതി ആരാണ് എന്നറിഞ്ഞ അച്ഛൻ ഞെട്ടി. കുട്ടിയുടെ മിസ്സിംഗ് മുതല് കുട്ടിയുടെ ബോഡി സംസ്കരിക്കുന്നത് വരെ ഒരു സംശയവും തോന്നാത്ത രീതിയിൽ ആ അച്ഛന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന അയൽവാസിയായ മുഹമ്മദ് കോയ എന്ന് പറയുന്ന മനുഷ്യ മൃഗമായിരുന്നു. ആ അച്ഛൻ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഒരു മകള് മരിക്കുക എന്നുള്ളത് തന്നെ ഒരു അച്ഛനോ അമ്മയ്ക്കോ സഹിക്കാൻ പറ്റാത്ത കാര്യം. അതിലുപരി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് കേൾക്കുന്നത് എല്ലാത്തിലും കൂടെ ഒരു സംശയം തോന്നാത്ത രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ഷോക്ക്. 1 വർഷം കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയ ഒരു കൂസലുമില്ലാതെ ആ അച്ഛന്റെ മുമ്പിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ജീവിക്കാനും തുടങ്ങി. അത് സഹിക്കാൻ വയ്യാത്ത അച്ഛൻ, ആ അച്ഛന് നഷ്ടപ്പെട്ടത് പകരം കൊടുക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. ആ അച്ഛൻ ചെയ്തത് പന്നിയെ വെടിവെച്ച് കൊല്ലുന്ന ഒറ്റക്കുഴൽ തോക്കിന് ആ മനുഷ്യ മൃഗത്തെ വെടിവെച്ച് കൊന്നു. ശേഷം മഞ്ചേരി കോടതിയിൽ ആ അച്ഛൻ കീഴടങ്ങി. ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. പക്ഷെ ദൈവം ഉണ്ട്, അല്ലെങ്കിൽ താൻ ചെയ്തത് ശരിയാണെന്ന് ചിലപ്പോൾ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി ശങ്കരനാരായണനെ വിട്ടയച്ചു. ഇതാണ് മലപ്പുറത്തെ ഗ്രേറ്റ് ഫാദർ. ഈ അച്ഛൻ ചെയ്തതല്ലേ ശരി, ഈ അച്ഛൻ ചെയ്തതാണ് ശരി. അതുകൊണ്ടായിരിക്കാം ദൈവം വരെയും അവസാന നിമിഷം വരെയും ആ മനുഷ്യന്റെ കൂടെ നിന്നത്. ഒരു മകളെ പിച്ചു ചീന്തിയ ഒരു കൊലയാളിയെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ കൊണ്ടുപോയി കുറച്ചു നാൾ അവിടെ കിടന്ന് ആഹാരം നിന്ന് വീർത്ത് കുറച്ചു നാൾ കഴിയുമ്പോൾ പുറത്തേക്ക് ഇറക്കി. ഇതാണിപ്പോ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ചെയ്തത്? ഒന്നിൽ കൊന്നു കളയുക, അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക ഇങ്ങനെയുള്ള പ്രതികളെയൊക്കെ. അല്ലാതെ ജയിലിൽ കൊണ്ടിട്ട് ഇത്രയൊക്കെ സുഖവാസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ ഒരു മൂസലും ഇല്ലാണ്ട് നടക്കും. അപ്പൊ അത് കാണാൻ സഹിക്കാതെ. അപ്പൊ അച്ഛന് നഷ്ടപ്പെട്ടതോ? ഒരു വിലയില്ല, ആ ജീവന് ഒരു വിലയില്ല. വെറുതെ സ്റ്റേഷനിൽ കയറി കുറച്ച് ദിവസം കടന്നു, അത്രയാണ് ആ പ്രതിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ എന്താ ചെയ്യാ? അച്ഛൻ ചെയ്തത് ശരി തന്നെയാണ്. ശരിക്കും ഗ്രേറ്റ് ഫാദർ തന്നെയാണ് ശങ്കരനാരായണൻ. ഒരു ദിവസത്തെ പത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു പേജ് മൊത്തം പീഡനങ്ങളാണ്. പീഡനങ്ങൾ, അമ്മയെ പെങ്ങളെ പീഡിപ്പിക്കുന്നത്, കുഞ്ഞു കുഞ്ഞു മക്കളെ പീഡിപ്പിക്കുന്നത്, വൃദ്ധമാരെന്ന് പറഞ്ഞാൽ എണീറ്റ് കിടക്കാൻ പോലും ശേഷിയില്ലാത്ത അമ്മൂമ്മമാരെയൊക്കെ പീഡിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? സ്വയം നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അറിയാം, കുറച്ച് നാൾ ജയിലിൽ പോയി കിടക്കും, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. ഇല്ലെങ്കിൽ ജയിലിൽ പോയാൽ എന്താ കുഴപ്പം? അവിടെ സുഖവാസം, ബിരിയാണി, അത് ഇത്, ചിക്കൻ, പൊറോട്ട, ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് വിഭവ സമൃദ്ധിയായ ആഹാരങ്ങൾ. പിന്നെ എന്തുകൊണ്ട് പോയി കൂടാ? ശരീരം നന്നാവുകയും ചെയ്യും അവിടെ പോയിട്ട്. തിരിച്ചിറങ്ങുന്നത് ഇപ്പം ഗോവിന്ദചാമിയുടെ അവസ്ഥ അറിയില്ലേ? ആദ്യം പോയത് പേ കോലത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമാ നടന്റെ കൂട്ടാണ് ഗോവിന്ദചാമിയുടെ ഇപ്പോഴത്തെ രൂപം. അപ്പൊ അയാൾക്ക് അതുകൊണ്ട് എന്താ, ഒരു സുഖവാസത്തിൽ പോയി കുറച്ച് നാൾ ആഹാരം കഴിച്ച് തടി വെച്ച് കുറച്ച് സുന്ദരനായി എന്നുള്ളതല്ലാണ്ട് സൗമ്യയ്ക്കോ അതുപോലെ പീഡിപ്പിക്കപ്പെട്ട് മരിച്ചിട്ടുള്ള എത്ര പെൺകുട്ടികൾ അവർക്ക് ആർക്കും നീതി കിട്ടിയിട്ടില്ല.
എത്രയൊക്കെ നമ്മുടെ നിയമം നന്നാവാണ്ട് ഒരിക്കലും ഈ പീഡനത്തിനോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കോ ഒന്നും ഒരു അറുതി വരാൻ പോകുന്നില്ല. ഈ അച്ഛൻ ചെയ്തതുപോലെ തന്നെ എല്ലാ അച്ഛന്മാരും ചെയ്യണം. അത് അച്ഛന്മാരല്ല, സഹോദരനായ ആരായാലും അതുപോലെ തന്നെ ചെയ്യണം. അതിനെ നമ്മുടെ ഈ കോടതി ശങ്കരനാരായണനെ അംഗീകരിച്ചതുപോലെ ഈ ആൾക്കാരെ അംഗീകരിക്കുക തന്നെ വേണം. അല്ലാണ്ട് ഈ കേരളത്തിലെ ഈ ലോകത്തോ ജീവിച്ച് പോകാൻ ഒരു രക്ഷയുമില്ല. 13 വയസ്സുള്ള തന്റെ മകളെ പീഡിപ്പിച്ചു കൊന്ന് ജയിലിൽ പോയി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കൂസലുമില്ലാണ്ട് നടന്ന പ്രതിയെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്ന ശങ്കരനാരായണനാണോ ഗ്രേറ്റ് ഫാദർ, മമ്മൂക്കയാണോ ഗ്രേറ്റ് ഫാദർ?